പിക്ടോബ്ലോക്സ് ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. പിക്ടോബ്ലോക്സ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ തുറന്നു വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് കോഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിക്ടോബ്ലോക്സിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ സാധാരണ പോലെ തന്നെ ബ്ലോക്സുകൾ കാണാം, സ്പ്രൈറ്റ്, സ്റ്റേജ്. നമ്മളിവിടെ നമ്മളുടെ അഡിനോ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ആദ്യം നമ്മളെ ബോർഡിനെ അതിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. മുകളിൽ മെനു ബാറിൽ ബോർഡ് എന്ന് കാണാം. ആ ബോർഡ് എന്നുള്ളത് നമ്മൾ അഡിനോ യുനോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഉടനെ നമ്മളോട് കണക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ കണക്റ്റ് എന്ന് കൊടുക്കുന്നു. കണക്റ്റ് കൊടുക്കുന്ന സമയത്ത് ബോർഡ് അതിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോഡ് സ്റ്റേജ് മോഡെന്ന് മാറ്റിയിട്ട് നമ്മൾ അപ്ലോഡ് മോഡെന്നാക്കണം. കാരണം നമ്മൾ നേരെ നമ്മുടെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കേണ്ടത്. നമ്മൾ അപ്ലോഡ് മോഡ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ഇവിടെ അപ്ലോഡ് മോഡ് ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്തത് സ്റ്റേജ് മോഡ് മാറ്റി അപ്ലോഡ് മോഡ് ചെയ്തു. ഇതിൻ്റെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഈ LED ഓഫ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ 13ാമത്തെ ടെർമിനലിൽ നമ്മൾ കണക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മളിതിനെ പ്രവർത്തിപ്പിച്ച് നോക്കാം. ആദ്യം നമ്മൾ വെൻ അഡിനോ യുനോ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു ബ്ലോക്ക് എടുത്ത് ഇവിടെ വെക്കുന്നു. തുടർന്ന് തൊട്ട് താഴെയായിട്ട് സെറ്റ് ഡിജിറ്റൽ പിൻ 13 എന്ന ഒരു ബ്ലോക്ക് എടുത്ത് നമ്മളിതിനായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ എന്നാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ പ്രോഗ്രാം പൂർത്തിയായി. ഒരു LED ബൾബിനെ കത്തിക്കാനുള്ള പ്രോഗ്രാം 13ാമത്തെ ഡിജിറ്റൽ പിന്നിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ നേരെ ഇതിനെന്ത് ചെയ്യുന്നു, പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പിന്ന് ഡിജിറ്റൽ പിന്ന് റീഡ് ചെയ്യുന്നു. അതിലൂടെ പവർ വരുന്നു, LED ബൾബ് തെളിയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് തൊട്ട് കാണുന്ന അപ്ലോഡ് കോഡ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതിൽ കാണാം. ബിൽഡിംഗ് എന്ന ഫോർമാറ്റിൽ ഇത് കാണും. അപ്ലോഡായി കഴിയുന്നതോടുകൂടി LED ബൾബ് ഇവിടെ തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഒരു പ്രവർത്തനം നമുക്ക് ഈ LED ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയാൽ എങ്ങനെയാണെന്ന് നോക്കാം. LED ബ്ലിങ്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ എന്നുള്ളത് നമ്മൾ ലോ എന്ന് കൊടുക്കുമ്പോൾ അത് ഓഫ് ആവുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റ് കൂടി ഇവിടെ എടുത്ത് വെക്കുക. സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ഹാസ് ലോ. ഈ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ LED ഓഫ് ആവുന്നതാണ്. പക്ഷേ ഇത് നമുക്കൊരു കണ്ടീഷനായിട്ടാണ് കൊടുക്കേണ്ടത്. തുടരെ ചെയ്യേണ്ട പ്രവർത്തനം ആയതുകൊണ്ട് നമ്മൾ കൺട്രോളിൽ പോയി 4 അവർ എന്ന ഒരു ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഡിജിറ്റൽ പിൻ ഹൈ എന്നുള്ളത് കണക്ട് ചെയ്യുന്നു. നമുക്ക് ആദ്യം ഈ LED ഒന്ന് തെളിയുകയും ഒരു നിശ്ചിത സെക്കൻഡ് കഴിഞ്ഞാൽ ടൈം കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും വേണം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെയിറ്റ് 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഹാഫ് സെക്കൻഡ് കഴിഞ്ഞ് LED ബ്ലിങ്ക് ചെയ്യണം. നമ്മളതിന് താഴെയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഡിജിറ്റൽ പിൻ ഇൻപുട്ട് ആസ് ഹൈ, ഹാഫ് സെക്കൻഡിന് ശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ലോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡും കൂടി ടൈമും കൂടി ഇവിടെ കൊടുക്കണം, പോയിൻ്റ് ഹാഫ്. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ
LED ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മളൊരു ബസർ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാൻ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തു. ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 13 എന്ന് മാറ്റിയിട്ട് അത് 12 ആക്കുന്നു. ഞാനിപ്പോൾ ബസറിൻ്റെ കണക്ഷൻ ഡിജിറ്റൽ പിൻ 12ലേക്കാണ് കൊടുത്തത്. ഇവിടെ ഹൈ ആക്കിയതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ലഭിച്ച ഒരു മോട്ടോർ, സെർവോ മോട്ടോറിനെ നമുക്ക് കറക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു അഡിനോ കിറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മോട്ടോറിനെ കറക്കാം. ഇവിടെ മോട്ടോറിൻ്റെ കണക്ഷൻ ശ്രദ്ധിച്ചു നോക്കൂ. 3 കണക്ഷനുകളാണ് മോട്ടോറിൽ വന്ന് നടക്കുന്നത്. ഈ 3 കണക്ഷൻ എന്ന് പറയുന്നത് നടുക്കുള്ള ഏറ്റവും സെൻട്രലായിട്ട് പവർ പോയിൻ്റാണ്, റെഡ് കളർ വയറായിരിക്കും. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് സിഗ്നൽ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. വലതുഭാഗത്ത് ബ്രൗൺ കളറിൽ ഗ്രൗണ്ടാണ്, അതിൻ്റെ ഗ്രൗണ്ട് കണക്ഷനാണ്. അപ്പോൾ ഇത്രയും കണക്ഷനാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നേരിട്ട് 5 വോൾട്ടിന് കറണ്ട് കൊടുക്കണം, അപ്പോഴാണ് മോട്ടോർ പ്രവർത്തിക്കുകയുള്ളൂ. മോട്ടോർ പ്രവർത്തിക്കാനുള്ള സിഗ്നലുകളാണ് നമ്മൾ അഡിനോ കിറ്റ് വഴി, ഈ അഡിനോ ബ്ലോക്ക് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ പ്രോഗ്രാമിലൂടെ മോട്ടോർ പ്രവർത്തിക്കാനുള്ള സിഗ്നലുകളെ അയക്കുന്നു. എന്നാൽ മോട്ടോറിൻ്റെ ഡയറക്റ്റ് പ്രവർത്തനം എങ്ങനെയായിരിക്കും? നേരിട്ട് അതിൻ്റെ പവർ സോഴ്സിലേക്ക് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വലിയ ഹെവി മോട്ടോറുകളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അഡിനോ വഴി അതിനെ കൺട്രോൾ ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹെവി മോട്ടോർ 3 ഫേസ് കണക്ഷനുള്ള വലിയ മോട്ടോറുകളാണെങ്കിൽ നമ്മൾ നേരിട്ട് അതിലേക്കുള്ള പവർ സോഴ്സ് കാണുകയും അതിൻ്റെ ഒരു ലൈനിലൂടെ ഈ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവഴി കടത്തിവിടുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും 10ാമത്തെ ടെർമിനലിൽ കൂടി ഞാൻ ഇതിൻ്റെ സിഗ്നൽ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് 10ാമത്തെ ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇതുവഴിയാണ് മോട്ടോറിൻ്റെ സിഗ്നൽ, മോട്ടോറിലേക്ക് കറങ്ങാനുള്ള സിഗ്നൽ നമ്മൾ ഇതുവഴി പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. ഇത് നമ്മളിതിൻ്റെ പവർ കണക്ഷൻ തൽക്കാലം നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. 5 വോൾട്ട് വേണമെന്ന്, ഈ ഒരു മോട്ടോർ കറങ്ങാൻ 5 വോൾട്ടാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും 5 വോൾട്ടിലേക്കാണ് ഇത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ 5 വോൾട്ടിൻ്റെ ടെർമിനലുണ്ട്. ഈ 5 വോൾട്ടിൻ്റെ ടെർമിനലിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നു. ഇനി അതുപോലെ ഗ്രൗണ്ട്, ഇവിടെ നിന്നും ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ ഇവിടെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ മോട്ടോർ കണക്ഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ 5 വോൾട്ട് കറണ്ട് ഡയറക്റ്റ് കൊടുത്തു. ഇവിടെ നിന്നൊരു ഗ്രൗണ്ട് കണക്ട് ചെയ്തു. സിഗ്നലിലേക്ക് നമ്മൾ ഡിജിറ്റൽ പിന്ന് വഴി 10 എന്ന ഡിജിറ്റൽ പിന്ന് വഴി നമ്മൾ ഇതൊരു സിഗ്നലിലേക്കുള്ളൊരു വയർ കൊടുത്തു. ഇത് അതിൻ്റെ കോഡ് നമ്മൾ കൊടുക്കണം. കൺട്രോളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 അവർ എടുക്കുന്നു. ഔട്ട്പുട്ടിൽ നമ്മളിതിൻ്റെ റൊട്ടേറ്റ് സെർവോ ഓൺ പിൻ എന്നെടുക്കുന്നു. നിങ്ങൾ പിക്ടോ ബ്ലോക്സിലേക്കാരും ചെയ്യുന്നത്, ഇതിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ ഈ ഒരു സർക്യൂട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ കോഡാണ് ഇവിടെ കാണിക്കുന്നത്. കോഡ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൊട്ടേറ്റ് സെർവോ ഓൺ പിൻ എന്നുള്ളത് ഇവിടെ ഞാൻ 10 എന്ന് തിരഞ്ഞെടുക്കുന്നു. 0 ഡിഗ്രിയിലാണ് കറങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഡോറ് തുറക്കാനാണെങ്കിൽ നമുക്കൊരു 90 ഡിഗ്രിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായ ഒരു കോഡ് നമ്മൾ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ മോട്ടോർ 90 ഡിഗ്രിയിൽ അത് മോട്ടോർ കറങ്ങി. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇതിന് നമുക്കൊരു 360 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും എന്ത് ചെയ്യും, ഈ ഡോറ് ഈ മോട്ടോർ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഡോറ് തുറക്കുന്നതല്ല, നമുക്ക് മറ്റെന്തെങ്കിലും പ്രവർത്തനമാണെങ്കിൽ ഇവിടെ ഈ ഡിഗ്രി മാറ്റിയിട്ട് നമ്മൾ 360, ഇപ്പോൾ 150 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, 150 ഡിഗ്രിയിൽ ഈ ഡോറ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ 150 ഡിഗ്രിയിൽ ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണാം, മോട്ടോർ കറങ്ങുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 360 ഡിഗ്രിയാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ 360 എന്ന് കൊടുത്താൽ ഈ മോട്ടോർ 360 ഡിഗ്രിയിൽ കറങ്ങും.
360 ഡിഗ്രി. ഇതിൻ്റെ ഒരു നമുക്കിത് മാറ്റിയിട്ടൊരു ചക്രമാണ് ആക്കുന്നതെങ്കിൽ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങുന്നത് കാണാം. ഓക്കെ, നമ്മൾ സെർവോ മോട്ടോറിൻ്റെയും IR സെൻസറിൻ്റെയും കണക്ഷൻ പ്രോപ്പറായി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ വെൻ അഡിനോ യുനോ സ്റ്റാർട്ട് അപ്പ് എന്ന ബ്ലോക്ക് എടുത്ത് വെക്കുന്നു. തുടർന്ന് നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് നമ്മൾ ഫോർ അവർ എന്ന ബ്ലോക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ എടുത്തു വെക്കുന്നു. ഇവിടെ നമുക്ക് തയ്യാറാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ IR സെൻസർ കൊടുത്തിരിക്കുന്ന പിന്ന് നമ്മൾ 8ാം നമ്പർ ടെർമിനലിലാണ് IR സെൻസർ കൊടുത്തിരിക്കുന്നത്. ടെർമിനൽ ഡിജിറ്റൽ പിന്ന് റീഡ് ചെയ്യുമ്പോഴാണ് മറ്റു പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് IR സെൻസറിലേക്ക് സെൻസർ ആക്റ്റീവ് ആവുമ്പോൾ മോട്ടോർ പ്രവർത്തിക്കുക, അതാണ്. അപ്പോൾ നമ്മൾ അതിന് കണ്ടീഷൻ കൊടുക്കുവാൻ വേണ്ടി നമ്മളൊരു ഈഫ് എൽസ് എന്നുള്ള ഒരു ബ്ലോക്ക് നമ്മൾ എടുത്തു വെക്കണം. ഈഫ് എൽസ്, ഈ ഒരു ബ്ലോക്കാണ് നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈഫ് എൽസ് നമ്മളിങ്ങനെ ഒരു ബ്ലോക്ക് എടുത്ത് വെക്കുന്നു. ഈഫ് ഡാഷ് ദെൻ എൽസ്, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് സെൻസർ ആക്റ്റീവ് ആയാൽ അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈഫിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻസർ ആക്റ്റീവ് ആയാൽ സെൻസറിൻ്റെ പിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 8ലാണ്. നമ്മൾ സെൻസറിൻ്റെ പിന്നെടുത്ത് വെക്കുന്നു. റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ എന്ന് നമുക്ക് കാണാം. ഇതിവിടെ നമ്മൾ എടുത്തു വെക്കുക. ഇത് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 എന്ന് നമ്മളാക്കുന്നു. നമ്മൾ പിന്ന് 8ആണ്. ദെൻ എന്താണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്? നമുക്ക് പ്രവർത്തിക്കേണ്ട എന്താണ്? മോട്ടോർ വർക്ക് ചെയ്യണം എന്നാണ്. മോട്ടോർ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ച്വേറ്റർ എന്നുള്ള വിഭാഗത്തിലാണ് മോട്ടോർ ഉണ്ടാവുക. ആക്ച്വേറ്റർ, ഇവിടെ ആക്ച്വേറ്റർ എന്ന് കാണാം. ഈ ആക്ച്വേറ്റർ എന്ന വിഭാഗത്തിൽ ഇവിടെ സെറ്റ് സെർവോ ഓൺ എന്ന് കാണാം. സെറ്റ് സെർവോ ഓൺ ഇവിടെ 11 ആയിരിക്കും. നമ്മളത് മാറ്റിയിട്ട് 9 എന്ന് എടുക്കുന്നു. നമ്മൾ 9ാമത്തെ പിന്നിലാണ് മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 ദെൻ സെറ്റ് സെർവോ ഓൺ 9 to 30 ഡിഗ്രി എന്നാണ്. നമ്മളൊരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതല്ലെങ്കിൽ ഒരു സാനിറ്റൈസറിൻ്റെ ആ ഒരു ലീഫ് 90 ഡിഗ്രിയിൽ കറങ്ങുക എന്നുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 0 വാല്യൂവിലായിരിക്കണം. നമ്മൾ ഇതിനൊരു വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇവിടെ 0 ആവുക. ആ വാല്യൂ ഇവിടെ റീഡ് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കുമ്പോൾ ഇത് ഓപ്ഡ് ആവുകയും അല്ലാത്ത സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയിലേക്ക് വരികയും ചെയ്യണം. ഇതാണ് ഇവിടെ പ്രവർത്തനം. സ്വാഭാവികമായിട്ട് ഇവിടെ റീഡ് ചെയ്യുമ്പോൾ ഈ 0 വാല്യൂ ഇവിടുന്ന് മാറുന്നു. ആ 0 വാല്യൂ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സെൻസിങ്ങിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഇവിടെ വാല്യൂ വർദ്ധിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ ആഡ് ചെയ്യേണ്ടതുണ്ട്. വാല്യൂ ആഡ് ചെയ്യാൻ നമ്മൾ ഓപ്പറേറ്ററിൽ പോയിട്ട് സീക്വൽ ടു 0 എന്ന് ആക്കുന്ന ഒരു ബ്ലോക്ക് നമ്മൾ എടുക്കുന്നു. ഇവിടെ സീക്വൽ ടു 50 ആയിരിക്കും. നമ്മളത് 0 എന്ന് ക്രമീകരിക്കുന്നു. ഈ ബ്ലോക്കിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലതു ഭാഗത്ത് നിന്ന് പിടിച്ച് ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെ വിടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പിടിക്കുമ്പോൾ ഈ ഓപ്പറേറ്റർ ബ്ലോക്കിൽ പിടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഈ റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ 8 സീക്വൽ ടു 0
എന്ന് വെച്ചാൽ റീഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് 0 ആയിരിക്കണം. ഇനി റീഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം? ഈ 0യുടെ വാല്യൂ വർദ്ധിക്കണം. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ റീഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ 0 ആണ്. സെർവോ മോട്ടോർ നയൻ 0 ആംഗിളിലാണ് ഉള്ളത്. ഓക്കെ. എൽസ് മറിച്ചാണെങ്കിൽ, മറിച്ചെന്ന് വെച്ചാൽ 0യുടെ വാല്യൂ വർദ്ധിച്ചാൽ അങ്ങനെയാണ് വരിക. സെറ്റ് പിന്നെ റീഡ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? 0യുടെ വാല്യൂ മാറുന്നു. ഉടനെ എന്ത് ചെയ്യണം? അടുത്ത പ്രവർത്തനം എന്തായിരിക്കണം? ഇവിടെ സെർവോ മോട്ടോർ 90 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യണം? കറങ്ങണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സെറ്റ് സെർവോ മോട്ടോർ എന്നുള്ളത് ഇവിടെ എടുത്തു വെക്കുന്നു. എൽസ് ഇവിടെ നമ്മൾ 90 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 90 ഡിഗ്രി ആക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ 11 എന്നുള്ളത് മാറ്റിയിട്ട് 9 ആക്കണം. സെർവോ മോട്ടോർ 9ാമത്തെ ഔട്ട്പുട്ട് പിന്നിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ തരത്തിൽ നമ്മൾ പ്രവർത്തനം കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലും ഹോസ്പിറ്റലുകളിലും എയർപോർട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്തരം ഒരു സംവിധാനം എങ്ങനെയാണെന്നുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇനിയിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു മോട്ടോറും അതുപോലെ തന്നെ ക്യാമറയുമാണ് ഇതിന് വേണ്ട ഉപകരണങ്ങൾ. നമ്മുടെ അടുത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ക്യാമറ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലാപ്ടോപ്പിലെ ക്യാമറയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അപ്ലോഡ് മോഡിലല്ല നമ്മൾ ചെയ്യുന്നത്, സ്റ്റേജ് മോഡിലാണ്. ഈ സ്റ്റേജ് മോഡിൽ ചെയ്താലേ നമുക്ക് ക്യാമറ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്ലോഡ് മോഡ് നമ്മൾ എക്സ്റ്റേണൽ കോമ്പോണൻ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അപ്ലോഡ് മോഡ് ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ക്യാമറ, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ ക്യാമറ ഇതിലേക്ക് കൊണ്ടുവരണം. ക്യാമറ കൊണ്ടുവരാൻ നമ്മളിവിടെ താഴെ ഇവിടുന്ന് എക്സ്റ്റൻഷൻ എന്നുള്ള ഈ ഒരു പാർട്ടിൽ നിന്നും നമ്മൾ ഏതാണ് നമ്മൾ ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ള പാർട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ളത് നമുക്ക് ലോഡായി വരും. അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. സാധാരണ പോലെ നമ്മൾ മോട്ടോറിൻ്റെ കണക്ഷൻ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ നമ്മൾ കൊടുക്കുക. ഇവിടെ മോട്ടോറിൻ്റെ ലൈനിൻ്റെ കണക്ഷൻ 3ാമത്തെ ടെർമിനലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ 3ാമത്തെ ടെർമിനലിൽ നമ്മൾ ലൈനിൻ്റെ കണക്ഷൻ കൊടുക്കുന്നു. ബാക്കി നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ കൊടുത്ത് മോട്ടോറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വെക്കുക. തുടർന്ന് നമ്മൾ ഫ്ലാഗ് ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഫ്ലാഗ് ചെയ്താലേ പ്രവർത്തനം നടക്കുകയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു സ്റ്റേജ് മോഡിലാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്, അപ്ലോഡ് മോഡിലല്ല. സാധാരണ നമ്മൾ അപ്ലോഡ് മോഡിൽ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ സഹായമില്ലാതെ ഇതിനൊരു പവർ സോഴ്സ് മാത്രം മതി, നമ്മുടെ അഡിനോ പ്രവർത്തിക്കും. ഇത് സ്റ്റേജ് മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ പ്രോഗ്രാം ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇവൻറ്റ്സിൽ പോയിട്ടൊരു ഫ്ലാഗ് കൊണ്ടുവരിക. ഫ്ലാഗ് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ള താഴെ ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ള വിഭാഗത്തിൽ നമുക്ക് ടേൺ ഓൺ വീഡിയോ ഓൺ സ്റ്റേജ് വിത്ത് 0% ട്രാൻസ്പെറൻസി എന്നുള്ള ഒരു ബ്ലോക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് നമ്മളിവിടെ കൊടുത്തത്. നമുക്ക് ഫ്ലാഗ് ഒന്ന് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ചെയ്തപ്പോൾ ഇവിടെ ക്യാമറ ഓണായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഓഫായി പോകും. ശേഷം നമുക്ക്
നമ്മുടെ ബാക്കി പ്രോഗ്രാമുകൾ ക്യാമറ ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്. ഫ്ലാഗ് ചെയ്യുന്നതോടുകൂടി ക്യാമറ ഓൺ ആവുന്നു. ക്യാമറ ഓണായി കഴിഞ്ഞാൽ ഉടനെ മോട്ടോറിലേക്ക് സന്ദേശം പോവുകയും ആ മോട്ടോർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഇത് തുടർച്ചയായുള്ള പ്രവർത്തനമായതുകൊണ്ട് ഒരു കൺട്രോളിൽ പോയിട്ട് 4 hour എന്നുള്ള ബ്ലോക്ക് നമ്മൾ എടുത്തു വെക്കുന്നു. ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതുമായി ബന്ധപ്പെട്ടാണ് അനലൈസ് ചെയ്യുന്നത്? ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ പതിയുന്ന മുഖം, ആ മുഖം അതൊരു ഇമേജ് മോഡിലായിരിക്കും കമ്പ്യൂട്ടർ സ്വീകരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഫേസ് ഡിറ്റക്ഷനിൽ ഇവിടെ അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ എന്നുള്ള ഒരു ബ്ലോക്ക് എടുത്ത് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുന്നു. ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്യുന്നു. അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ, ക്യാമറയിൽ പതിഞ്ഞ ഇമേജിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്ത് ചെയ്യണം? മോട്ടോറിൻ്റെ കണക്ഷനിലേക്ക് പോകുന്ന സംവിധാനമാണ് വേണ്ടത്. ഈ മുഖം ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പ്രവർത്തിക്കണം. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആ അനലൈസ് ചെയ്ത പിക്ചറിനെ എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ് ഫേസ്. ഗെറ്റ് ഫേസ് എന്ന ബ്ലോക്ക് എടുക്കുന്നു. ഇതുപയോഗിച്ചാണ് നമ്മൾ ആ പിക്ചറിനെ അതിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്പറേറ്റിംഗ് കീ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ ഓപ്പറേറ്ററിൽ പോകുന്നു. ഓപ്പറേറ്ററിൽ പോയിട്ട് ഫേസ് ഗ്രേറ്റർ ദാൻ 0 എന്നാക്കി മാറ്റുക. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ സെൻസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, IR സെൻസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ 0-ൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ IR സെൻസർ 0-ലാണ് ക്രമീകരിച്ചത്. ഈ സെൻസറിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ കൗണ്ട് ചെയ്യണം നമ്പർ. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ 0 ആയിരിക്കും. അതിലേക്ക് ഫേസ് അനലൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ നമ്പറുകളുടെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ. നമ്മൾ ഗെറ്റ് ഫേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? മോട്ടോർ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആക്ച്വേറ്ററിൽ പോയിട്ട് നമ്മൾ ബോർഡ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ആക്ച്വേറ്റർ ഇവിടെ കാണാഞ്ഞത്. അപ്പോൾ ആക്ച്വേറ്ററിൽ പോകുന്നു. സെറ്റ് സെർവോ ഓൺ എന്നുള്ള ബ്ലോക്ക് എടുക്കുന്നു. നമ്മൾ 3-ാം നമ്പർ ടെർമിനലിലാണ് മോട്ടോറിൻ്റെ ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ എത്ര ഡിഗ്രിയാണ് ഡോറ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുക്കണം. ഇവിടെ 90 ഡിഗ്രി ആയിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഫേസ് ഗ്രേറ്റർ ദാൻ 0 എന്നാവുമ്പോൾ ഇവിടെ ഓണാവുന്നു. 90 ഡിഗ്രിയിലേക്ക് നമ്മുടെ മോട്ടോർ കറങ്ങുന്നു. തുടർന്ന് അതിനോട് കൂടെ ഡോർ ഓപ്പൺ എന്നുള്ള ഒരു സന്ദേശം കൂടി എഴുതി കാണിക്കണം. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ലുക്സിൽ പോയിട്ട് സേ ഹലോ എന്നുള്ള ഒരു ബ്ലോക്ക് എടുക്കുക. അവിടെ നമ്മൾ ഡോർ ഓപ്പൺ എന്ന ഒരു സന്ദേശം കൂടി നമ്മൾ ഉൾപ്പെടുത്തി. ഇത്രയും ബ്ലോക്കുകൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി അടുത്ത പ്രവർത്തനം ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു കണ്ടീഷനായിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് ഫ്ലാഗ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്തു, ഫേസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസിനെ സ്വീകരിക്കണം. സ്വീകരിച്ചാൽ അത് കൗണ്ട് ചെയ്യുന്നു. കൗണ്ട് ചെയ്ത ഉടനെ മോട്ടോർ ഓണാവുന്നു. 90 ഡിഗ്രിയിലേക്ക് 90 ഡിഗ്രി ആംഗിളിൽ അത് എന്ത് ചെയ്യുന്നു? മോട്ടോർ കറങ്ങുന്നു. ഉടനെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? സേ
ഡോർ ഓപ്പൺഡ് എന്നും അവിടെ എഴുതി കാണിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ. ഇതിന് നമ്മൾ കൺട്രോളിൽ പോയിട്ട് ഈഫ് എൽസ് എന്ന ബ്ലോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈഫ് എൽസ് എന്ന ബ്ലോക്കിൽ ഈഫ് ദെൻ എന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്ലോക്കിനെ ഉൾപ്പെടുത്തുന്നു. ഈഫ് ഗെറ്റ് ഫേസ് ഗ്രേറ്റർ ദാൻ 0 ദെൻ സെർവോ ഓൺ 3 to 90 ഡിഗ്രി ആംഗിൾ സേ ഡോർ ഓപ്പൺ. ഇത്രയും നമുക്ക് ഈ ഫോർ അവറിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുന്നു. എൽസ് മറിച്ചാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഇവിടെ ഡോർ ക്ലോസ്ഡ് എന്ന് വരണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. ഇവിടെ 0 എന്ന് കൊടുക്കുന്നു. ഇവിടെ ഡോർ ക്ലോസ്ഡ് എന്ന് എഴുതി കാണിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം പൂർണ്ണമായി. നമ്മൾ ഈ മുകളിൽ കാണുന്ന അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഉടനെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചാൽ പ്രോഗ്രാം റണ്ണിങ് കണ്ടീഷനായി എന്ന് നമുക്കറിയാം. നമ്മൾ ഈ ഫ്ലാഗ് ചെയ്യുന്നതോടുകൂടി ക്യാമറ ഓൺ ചെയ്യുന്നു. നമ്മുടെ മോട്ടോർ ഈ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മോട്ടോർ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നതിന് കാണാം.